നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഒത്തിരി ലെങ്തുള്ള വീഡിയോയൊന്നും അല്ല, അപ്പോൾ ലെങ്ത് കുറഞ്ഞ വീഡിയോ ആണ്. പെട്ടെന്ന് തന്നെ സാധാരണക്കാർക്ക് എളുപ്പം നമ്മളെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെറിയ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊടി ഐറ്റങ്ങളോ അല്ലെങ്കിൽ വേറെയുള്ള നമ്മളിപ്പോൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ ചേർക്കുന്ന ചേരുവയൊക്കെ ചിലപ്പോൾ നമ്മളെ വീടുകളിലൊന്നും കാണത്തില്ലേ. അപ്പോൾ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കണം, അല്ലെങ്കിൽ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ നമ്മളെ വീട്ടിലുള്ള ഐറ്റങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോ പാചകങ്ങളും ഓരോന്നും നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മളെ ഈ ഒരു ചാനലിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് കാണുന്നവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടണം. കാരണം ഒരുപാട് പേര് നമ്മളെ വീഡിയോസൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാരറ്റ്, ബീൻസ്, സവോള, പിന്നെ കടുക് വറുത്തതിന് ശേഷമാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പും തേങ്ങയും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു, ഉഴുന്ന് പരിപ്പും ഇല്ലായിരുന്നു. പിന്നെ തേങ്ങ ചേർത്താൽ മക്കൾ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ 1-2 കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേറൊന്നും അല്ല, ഇവിടെ ഉഴുന്ന് പരിപ്പ് ചേർത്താലോ അല്ലെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് ചേർത്താൽ പിന്നും കഴിക്കും, പക്ഷേ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അപ്പോൾ ഉഴുന്നില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല വറ്റൽമുളകുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ലായിരുന്നേ, അതും ഇല്ല. നമ്മളെ വീട്ടിലുള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് മാത്രം മതി നമുക്ക് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ബീൻസും ക്യാരറ്റും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെജിറ്റബിളായിട്ട് നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് പഴം ഇല്ലെങ്കിലും മറ്റ് കറികളോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ വെജിറ്റബിൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിന് നമ്മൾ ഈ ഉപ്പുമാവ് തയ്യാറാക്കി കഴിക്കുന്ന ആ ഒരു സമയത്ത് ചെറിയ ഒരു എരിവൊക്കെ കിട്ടത്തുള്ളൂ. കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമല്ലോ. 2 തവണ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വെജിറ്റബിളും സവോളയും എല്ലാം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, പച്ചക്കറിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മാവൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിലും മാവിലും മൊത്തത്തിലൊന്ന് ഉപ്പ് കറക്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീ വലിയ രീതിയിലുണ്ടായിരുന്നു, അതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് കുറച്ച് വെച്ചിട്ട് 1/2 കിലോ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കൈ എടുക്കാത്ത പരുവത്തിൽ വേണം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ടുള്ളത്. ഈ കട്ടയൊക്കെ ഒന്ന് ഇളക്കി നല്ല ഒരു കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചക്കറി മൊത്തത്തിൽ എല്ലാ സൈഡിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ റവ വാങ്ങിച്ചിട്ട് പച്ചക്കറി ഇതിൻ്റെ കൂടെ ഇട്ട് ഇതുപോലെ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ചോറിനൊക്കെ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ചില മക്കളൊന്നും അങ്ങനെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഉപ്പുമാവൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും മക്കൾ കഴിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ പഴം ഇല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം പഴത്തിൻ്റെ ആവശ്യമോ പഞ്ചസാര ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിന് ചെറിയ ഒരു മധുരം ഉണ്ടല്ലോ. ക്യാരറ്റ്, ബീൻസ്, പിന്നെ സവോള ഇതെല്ലാം കൂടി, പിന്നെ ചെറുതായിട്ട് മുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ ഒരു എരിവും ഈ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അത്രയും നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ഉപ്പുമാവ് കഴിച്ചിട്ടില്ലാത്തവരും ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പപ്പടം ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ഉപ്പുമാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ചായ നേരത്തെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചായയുടെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴിതൊക്കെയാണ് ഇന്നിപ്പോൾ രാവിലെ കാപ്പി തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ചെറിയ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറന്നു പോവല്ലേ. പിന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന കമൻറ്റിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒത്തിരി പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.